ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് പച്ചക്കറി നടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടുന്ന ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് കവറിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാറ്റത്തൊക്കെ വീണു പോയി. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി നടാമെന്ന് വിചാരിക്കുന്നത്. അത് നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ഇനി നടുന്നൊക്കെ ഒന്ന് കണ്ടുവിട്ട് വന്നാലോ. ഇവിടെ തന്നെ നടാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടെ കിടപ്പുണ്ടേ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ഞങ്ങളുടെ പോപ്പിക്കുട്ടി. പോപ്പി ഡാ, നമ്മൾ ഷെയ്ക്കാനൊക്കെ തരും, അത് ഞാൻ കാണിച്ചു തരാം. കെയ്താടാ, കെയ്താ. എന്ത് ചെറുക്ക, എന്തിന് ഇട കൈതാടാ, നാടൻ കെടുത്താതെ കൈതാടാ. ചില ദിവസം അവനിങ്ങനെയാണ്, ചിലത് ചോദിച്ചാൽ അവൻ നമ്മളെ നാണം കെടുത്തിക്കഴിഞ്ഞു. കൈതാടാ അങ്ങോട്ട്, കണ്ട 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 കൈതാടാ. അയ്യോ, ചില ദിവസം ഇങ്ങനെ പറഞ്ഞാൽ കയ്യൊന്നും തരൂല. മറ്റുള്ളവർ നിൽക്കുമ്പോൾ അവൻ തരത്തൊന്നുമില്ല. കൈതാടാ, ഷെയ്ക്കാറ്റ്. ഓ, കണ്ട മൈൻഡും കൂടി ഇല്ല. എന്തിനാടാ നാണം കെടുത്തുന്നത്? കൈതാ മോനെ, ചേച്ചിൻ്റെ നല്ല മുത്തല്ലേ. കൈതാടാ, ഡാ കൈതാ. പോപ്പി കൈതാ. ഇല്ല, ഇന്ന് നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. കൈതാടാ, ഡാ കൈതാ. ആ, ഒരു കൈയൊക്കെ തരുള്ളൂ, വലിയ ജാടക്കാരൻ. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കുഴിയാക്കണം, എങ്കിലേ അതൊക്കെ റെഡിയാവുള്ളൂ. ഇവിടെ ബാക്കി നമ്മുടെ പണ്ട് ഒരു പ്ലാവൊക്കെ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വേരുണ്ട് അടിയിൽ കൂടെ പോകുന്നു. നമ്മൾ വെട്ടിയാൽ അതിൻ്റെ വേര് കാണൂലേ ഉള്ളിൽ കൂടെ. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കണം, എങ്കിലേ നല്ലതൊക്കെ നന്നായിട്ട് കുഴിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അമ്മ അതിൻ്റെ പരിപാടിയിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം വിത്തെടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കവറിലും കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കവറിൽ നിന്ന് മാറ്റി നമ്മൾ ഇതുപോലെ നട്ടാലല്ലേ നന്നായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് കവറിൽ നിന്ന് മാറ്റി ഇങ്ങോട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ പണിയിലാണ്. നല്ല കൃഷിക്കാരിയാണ്. തൂമ്പ ഇതാ കിടക്കുന്നത്. തൂമ്പ ഊരിപ്പോയി, അതുകൊണ്ടാ. കുറച്ച് പണിയാ. ഇതാണ് കൃഷിക്കാരിൻ്റെ തൂമ്പ. അതാണ് പവർക്കട. ഒരാളിവിടെ വേറെന്തോ പരിപാടിയിലാണ്. ഓ, സമയം ഇപ്പോൾ 12 മണി. അമ്മച്ചി പല്ല് തേക്കുന്ന പരിപാടിയിലാണ്. പല്ല് അതങ്ങനെയാണ്, ഉച്ചയ്ക്ക് എണീറ്റ് പല്ല് തേക്കും. അങ്ങനെ കൃഷിക്കാരി തൂമ്പ റെഡിയാക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ പതിവ് പോലെ തന്നെ അടയ്ക്ക വെയിലത്തിട്ടിട്ടുണ്ട്. നമ്മുടെ മെയിൻ കൃഷി അടയ്ക്കയാണ്. അടയ്ക്ക ഇതൊക്കെ അമ്മച്ചീൻ്റെ പരിപാടിയാണ്. അമ്മച്ചിയാണ് രാവിലെ തൊട്ട് അടയ്ക്ക പറിക്കുന്നത്. ആ, എന്തോ ഒരു പ്രാണീനെ കണ്ടിട്ട് കാണിച്ചു തരുവാണേ. അത് ഓ, ഇതിനെ കണ്ടിട്ടാണ്. അതാരാ? 12 മണിക്ക് പല്ല് തേക്കുന്നയാൾ. നല്ല ഒതുക്കമുള്ള സ്ത്രീയാണ്. ഒടുക്കന്ന് ലോകത്തൊന്നേ കാണുള്ളൂ. തൂമ്പ റെഡിയാക്കുകയാണ്. തൂമ്പ റെഡിയായിരിക്കുന്നു. അതാ അതാ അതാ. അച്ഛനില്ലാത്ത ദിവസം നല്ല കൃഷിയായിരിക്കും. അച്ഛനുള്ളപ്പം അച്ഛൻ നന്നായിട്ട് ചെയ്യും. ഞങ്ങൾ ചെയ്താൽ ഇങ്ങനത്തെയൊക്കെ ഇരിക്കുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ടും പറഞ്ഞോ, കാണിക്കാം നിങ്ങളെ. ഇതാ എല്ലാം ഒന്ന് തെറിപ്പിക്കും.
പൈപ്പ് ഉണ്ടേ അതുവഴി പോകാൻ. അങ്ങനെ പണി നടക്കട്ടെ. ഇനി അതെല്ലാം കുഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഉറക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. 10 മണീൻ്റെ ഒക്കെ കണ്ടോ? ഈ പൂ നല്ല ഭംഗിയില്ലേ? എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അതുപോലെ നമ്മുടെ ബന്ദിയൊക്കെ ഇഷ്ടംപോലെ പൂവിട്ടിട്ടുണ്ട്. ഈ ടൈമിലൊക്കെ ബന്ദിയൊക്കെ പോകും. പക്ഷേ ഓണത്തിൻ്റെ ടൈമിലൊക്കെ ബന്ദിയൊന്നും വലിയ പൂവൊന്നും എടുത്തൊന്നുമില്ല. എല്ലാം പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഓണത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ഒരു പൂ പോലും ഉണ്ടാവില്ല ഒന്നിലും. അതെല്ലാം കഴിയുമ്പോൾ എന്തോരിയാന്ന് നോക്കിയേ. കാണാൻ നല്ല ഭംഗിയില്ലേ ഇത്? നല്ല രസമാണ്. ഓണത്തിൻ്റെ ടൈമിലൊന്നും ഒന്നും ഉണ്ടാവില്ല. ഇപ്പോഴുണ്ടായാലേ ഉണ്ടാവും. ബാക്കി ഓണത്തിൻ്റെ ടൈമിലെല്ലാം പൈസ കൊടുത്ത് വാങ്ങും. പാവലിൻ്റെയൊക്കെ സ്ഥാനം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ചേഞ്ച് നിങ്ങൾ കണ്ടു നോക്കൂ. എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിച്ചോ ഞാനമ്മയും കൂടി. അമ്മ ഇപ്പോൾ അതിൻ്റെ കവറെല്ലാം അഴിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നടാൻ വേണ്ടിയിട്ടാണ് പരിപാടി. ഇത്രയും വലിയ കമ്പ് ഞാൻ പിടിച്ചു. അതിൻ്റെ ഉള്ള കൂടമ്മ പിടിച്ചു. അങ്ങനെയാണ് വരുന്നത്. കാറ്റായിരുന്നു ഇവിടെ കുറേ ദിവസം. അങ്ങനെ അതിന് ഒടിഞ്ഞു പോയതെല്ലാം കൂടെ. പിന്നെ അവിടെയാണെങ്കിൽ വെയിലും ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. ഇത്രയല്ലേ വളർന്നിട്ടുള്ളൂ. ഇനിയും വളർന്നിരുന്നെങ്കിൽ പെട്ടുപോയാനെ. ഇവിടെ കുറേയൊക്കെ ഉണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ. കുറേ ഉണ്ടായിട്ടുണ്ട്. പൂവെല്ലാം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള അമ്മ നടും പോലും. അയ്യോ, അങ്ങനെ അത് ഭംഗിയായിട്ട് നടക്കട്ടെ. ഉണ്ടാക്കിയ ഒരു സ്റ്റാർ നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് നോക്കണം. ക്രിസ്മസിന് ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാവരും വാങ്ങിയതാണെന്ന് വിചാരിച്ചു. ഇവിടുത്തെ വീടിനടുത്ത ചേച്ചിമാരൊക്കെ വന്ന് ചോദിച്ചു അത് വാങ്ങിയതാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് പറ, കമൻ്റായിട്ട് പറഞ്ഞോ. ഇതാണ് ആ സ്റ്റാർ. എങ്ങനെയുണ്ട് ഇത്? എങ്ങനെയുണ്ടെന്ന് പറയണേ. ഏട്ടമ്മ നട്ടിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിക്കണ്ടേ? എന്തായാലും മാറ്റി നട്ടതല്ലേ. അപ്പം ഞാൻ വെള്ളം എടുക്കട്ടെ. നമ്മളിവിടെയാണ് സാധാരണ വെള്ളം വെക്കാൻ. കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. കഴിക്കാം. ഈ കാലത്തിനകത്താണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നാമേ ഇങ്ങനെ വെള്ളം കൈമാറിയിരിക്കുന്നു. സക്സസ്ഫുള്ളി നമ്മൾ നട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിക്കുന്നത് അമ്മച്ചി. ഇനി ഉച്ചക്കത്തെ ചോറ് വൈകുന്നേരം. അങ്ങനെയാണ് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ നട്ടിട്ട്. നമ്മുടെ ചകിരിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിടണം. അപ്പോൾ അമ്മേൻ്റെ കഴിഞ്ഞ പിന്നെ ഇതാ അനിയനും കൂടി ഇറങ്ങുന്നുണ്ട്. തലയിലൊരു കെട്ടൊക്കെ കെട്ടിയാണ് പുള്ളി ഇറങ്ങുന്നത്. ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ, കാത്തിരുന്ന് തന്നെ കാണാം. കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വിത്ത് നടാനുണ്ട്. അങ്ങനെ വിത്ത് നടാൻ ഇനി അതിൻ്റെ പരിപാടിയാണ്. ബാക്കി വീഡിയോ ഒക്കെ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.